ഇത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ജഗപൊകകൾ പുറത്തു വരാൻ തുടങ്ങിയത്. ഇതിന് ജഗപൊകകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ CPIയുടെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. 3 ഓപ്ഷൻ ഉണ്ട്, എന്നാലും 2 എണ്ണമാണ് പ്രധാനമായി അവർ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മുന്നണിയിൽ നിന്ന് തന്നെ മാറിപ്പോവുക. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങളില്ല, പക്ഷേ അതൊരു വല്ലാത്ത രാഷ്ട്രീയ തീരുമാനമായി പോകും. ഇതുപോലൊരു കടുത്ത രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടാണ് PKV മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി പദം വലിച്ചെറിഞ്ഞിട്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് മാറി വന്നത്. അത് വേറൊരു ചരിത്രം. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം വന്നതുകൊണ്ട് പിന്നെ CPI വലിയ വില അന്ന് കൊടുക്കേണ്ടി വന്നു. അത്രയും വലിയ വില CPI കൊടുക്കുമോ എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് CPIയുടെ കേഡർമാരെല്ലാം ഒരു ഇടതുപക്ഷ മനസ്സിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ CPM-ൽ നിന്ന് അടിയുണ്ട്, തല്ലുണ്ട്, അല്ലെങ്കിൽ വെട്ടുണ്ട്, കുത്തുണ്ട്, സഖാക്കൾക്ക് കുത്തു കിട്ടുന്നു, അടി കിട്ടുന്നു, വെട്ട് കിട്ടുന്നു, നട്ടലിന് കിട്ടുന്നു, താരയ്ക്ക് താഴെ കിട്ടുന്നു, പലയിടത്തും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു ആനിയനും ചേട്ടനും പാർട്ടി ആകുമ്പോൾ ഇങ്ങനെ സംഘർഷം നടക്കും. പക്ഷേ അതിനപ്പുറം മുന്നണി വിട്ടു പോവുക എന്ന് പറയുന്നത് കടുകട്ടി പ്രയാസമുള്ള കാര്യമാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് വലിക്കാനുള്ള ശ്രമത്തിലേക്കുള്ള എല്ലാ ചരടും വലിച്ചുകൊണ്ട് LDF നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷനാണ് ഏറ്റവും അവസാനത്തെ. പക്ഷേ അതിലേക്ക് പോകാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ്. അതും കുറച്ച് കടുത്ത ഓപ്ഷനായി പോകും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗങ്ങളിൽ പോകാതിരിക്കുക.